ഉം. നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എല്ലാവരും വരുമായിരിക്കും. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. ഉം. 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 കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും അതിൽ ജീവിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോടുകൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നു. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും
സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കാം. നോക്കട്ടെ, ഇവിടെ ഒന്നും നോക്കാം. അപ്പം അസന്റയുടെ രണ്ടാമത്തെ പീരിയഡ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഞങ്ങള് രണ്ടാമതായിട്ട് ഈ അസന്റെ വെബിനാർ സീരീസ് രണ്ടാമതായിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. അതിന്റെ മൂന്നാമത്തെ ദിവസമാ. അപ്പം ഇതിലേക്ക് വന്ന എല്ലാവർക്കും സ്വപ്പെട്ട സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് ആയിരിക്കുമല്ലോ എല്ലാവരും വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതോടൊപ്പം എല്ലാവരുടെ ജീവിതത്തിലും ഇന്ന് കിട്ടുന്ന എൻ്റെ വെബിനാറിൽ നിന്നും എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ജീവിതത്തിലുടനീളം മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളുടെ ജീവിതത്തിലുടനീളം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പം ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ എന്താണ് നമ്മുടെ വീഡിയോ മോഡിൽ വന്നാൽ നന്നായിരിക്കും. കാരണം ഞാൻ എന്നെ തന്നെ നോക്കി അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാട്ടോ. ബുദ്ധിമുട്ടുള്ളവർ വരണ്ട, ഇല്ലാത്തവരൊക്കെ വന്നാൽ നന്നായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ പോസ്റ്ററിൽ കണ്ട പോലെ ഫോർഗിവ്നെസ് എന്നുള്ളതാണ്. ഫോർഗിവ്നെസ്സിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. എന്നാലും നമ്മൾ എത്ര കേട്ടാലും നമ്മളിപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. പഠിച്ചവൻ നമ്മളുടെ ക്രിയേറ്റർ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല പലരും. എല്ലാവരും എന്തിനെയോ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തന്നെ. അതായത് പണ്ടത്തെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, രാജാവിനെ കഴിഞ്ഞു മുകളിലുള്ളൊരവസ്ഥയിലാണ് നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ രാജാക്കന്മാർക്ക് ഇപ്പം ചൂടെടുത്ത ഫാനില്ലായിരുന്നു അല്ലേ? അവര് വെഞ്ചാമരം വീശിയിട്ട് അവരുടെ ചൂടിനെ അകറ്റിക്കൊണ്ടിരുന്നത്. അതുപോലെ അവർക്ക് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താണ് ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ മിക്ക വീടുകളിലും ഒരു സൈക്കിളെങ്കിലും ഇല്ലാത്ത വീടുകളില്ല. നമുക്ക് വാഹനം എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകാം. പക്ഷെ രാജാക്കന്മാർക്ക് എന്താണ്, കുതിര വരണം അല്ലേ? അങ്ങനെ അവര് രാജാവാണെങ്കിൽ കൂടിയും ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പം അന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളില്ല അവർ ജീവിച്ചിരുന്നത്. പക്ഷെ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും നമ്മളൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും അന്നത്തെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ റീസൺ എടുത്ത് നോക്കുമ്പം നമ്മൾ ജീവിക്കുന്നത് എന്താണ്, കഴിഞ്ഞ കാലത്തിനെ കുറിച്ച്
ആലോചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന കാലത്തിനെ കുറിച്ച് ആശങ്കയിലാണ്. നാളെ ഇന്നതായിരിക്കുമോ സംഭവിക്കുക, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നതായിരിക്കുമോ സംഭവിക്കുക എന്നുള്ള ഒരാശങ്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സങ്കടപ്പെട്ടും വിഷമിച്ചും പ്രയാസപ്പെട്ടും എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ വെള്ളം നമ്മൾ കോരി ഉപയോഗിക്കുന്ന, അല്ല, ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കൊണ്ടുവരണം, അല്ലെങ്കിൽ കോരി ഉപയോഗിക്കണം. പക്ഷെ ഇന്ന് നമുക്ക് സമയം കൂടുതൽ കിട്ടാവുന്ന രീതിയിൽ മെഷീനറീസ് ഒക്കെ വന്നു. നമുക്ക് സമയം കൂടുതലാണ്. അപ്പം നമുക്ക് ആശങ്കയ്ക്കും സമയം കൂടുതലായിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചിട്ട് അതിനെ പറ്റി ആശങ്കപ്പെട്ട് ജീവിച്ച് നമ്മുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നന്നത്തെ അറ്റ് പ്രസന്റിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫോർഗീവ്നെസ്സിൻ്റെ പ്രാധാന്യം ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമുക്ക് തന്നെ മാപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഫോർഗീവ്നെസ് 3 തരത്തിലാണ് വരുന്നത്. ഒന്ന്, നമ്മളോട് ചെയ്ത തെറ്റുകൾക്ക്, നമ്മൾ എങ്ങനെയാ തെറ്റുകൾ ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കുറ്റബോധമായിരിക്കും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, എനിക്ക് ബോധോദയമില്ലാത്തൊരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള പിഴവുകൾ സംഭവിച്ചു പോയി. അങ്ങനത്തെ ഒരവസ്ഥയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും 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 നമ്മൾ കുറ്റബോധത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആകാമായിരുന്നു, പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അങ്ങനത്തെ സാഹചര്യം തന്നിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആലോചിച്ച് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ എന്താണ്, വേറൊരാൾക്ക് കിട്ടിയ അനുഗ്രഹം കണ്ടിട്ട്, നമ്മുടെ ചുറ്റുപാടും ഉള്ളവരുടെ അനുഗ്രഹം കണ്ടിട്ട് നമ്മൾ വല്ലാതെ വിഷമിക്കുന്നൊരവസ്ഥയുണ്ട്. അവർക്കൊക്കെ ക്രിയേറ്റർ ഇന്നതൊക്കെ കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല. ഞാൻ എത്രയോ കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്ക് തന്നില്ല. അങ്ങനത്തെ കുറ്റബോധത്തിൽ നമ്മളിങ്ങനെ ഉരുകി 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 ഓരോ ദിവസവും പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണം. അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ അറ്റ് പ്രസന്റിൽ ഇപ്പം നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ദൈവം തന്ന ആരോഗ്യം കൊണ്ടും ചിന്താശേഷി കൊണ്ടും എനിക്ക് ഇപ്പോഴെന്താണ് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അത് എന്താണോ എന്നെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാതെ എന്നെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുകയില്ല. അപ്പം ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ കർമ്മങ്ങളെ വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ള ഒരു ആംബിയറിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഏതെങ്കിലും കുറ്റബോധങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ കാലത്തെ എന്തെങ്കിലും ചിന്തകൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ആ ചിന്തകളിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് റിലീസ് കിട്ടിയേ പറ്റൂ. കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒഴിവാകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എഴുതുക. നമ്മളെ വീണ്ടും വീണ്ടും അലട്ടുന്ന ആ സംഭവത്തിനെ എഴുതുക. ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ ഫുള്ളായിട്ട് എഴുതുക. എഴുതിയിട്ട് ഈ വേദന, ഈ പ്രയാസം എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു, ഇതിൽ നിന്ന് എനിക്ക് മോചനം വേണം, അങ്ങനെയും നിങ്ങൾ എഴുതുക. എന്നിട്ട് ഇനി എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എങ്ങനെയാണോ ആകേണ്ടത്, അതിനെക്കുറിച്ചും എഴുതുക. നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ ആത്മാവിനെയാണ് വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ആത്മാവിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക. ഒപ്പം നിങ്ങളുടെ ക്രിയേറ്ററിനോടും നിങ്ങൾ മാപ്പ് ചോദിക്കുക. ആ മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ, നിങ്ങൾക്ക് തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്ററിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ എഴുതുക. എഴുതിയതിന് ശേഷം ആ ലെറ്റർ കത്തിച്ച് കളയുക. അങ്ങനെ ആ പ്രോബ്ലം അവിടെ നമ്മൾ എഴുതുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമുക്ക് എല്ലാ കാര്യവും നമ്മളിപ്പം ചിന്തിക്കുമ്പം നമ്മളുടെ ഉള്ളിലേക്ക് ഓരോ തോട്ടും നമ്മൾ എഴുതുന്നതിനേക്കാളും ഇരട്ടി സ്പീഡിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും.
അത് നമുക്ക് ആദ്യം പ്രയാസം വരുമ്പോൾ അത് നമ്മുടെ അടിവയറ്റിൽ നിന്നാണ് ആ പ്രയാസത്തിന്റെ ഒരു തുടക്കം തുടങ്ങുന്നത്. അങ്ങനെ കൂടുതൽ കാലം നമ്മൾ വീണ്ടും വീണ്ടും ഈ പ്രയാസത്തിൽ തന്നെ വീണ്ടും വീണ്ടും അതിനെ തന്നെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ആ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും ആ പ്രയാസം നമ്മുടെ ബോഡിയിലേക്കാണ് പിന്നെ വ്യാപിക്കുന്നത്. അത് പിന്നെ ഏത് തരത്തിലുള്ള രോഗമായിട്ടാണ് അത് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പല രീതിയിലുള്ള രോഗത്തിലേക്കും ചിലപ്പോൾ മാരകമായ രോഗത്തിലേക്ക് തന്നെ നമ്മളെ തള്ളിവിടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് റിലീസ് ആകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുക. അതിന് ജേർണലിംഗ് എന്ന് പറയും. ഫുള്ളായിട്ട് എഴുതി നമ്മളോട് മാപ്പ് ചോദിക്കുക. ഒരു പ്രാവശ്യം എഴുതി കഴിയുമ്പം അതിന്റെ തീവ്രത ഒന്ന് കുറയും. ഒരു പ്രാവശ്യം എഴുതിയിട്ട് വീണ്ടും ഈ പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ടോ, നമുക്ക് വേണ്ടി മെനക്കെട്ടെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം നമ്മളുടെ അടുത്തുനിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എഴുതാൻ നമുക്ക് സമയം കണ്ടെത്താതെ വീണ്ടും വീണ്ടും നമ്മൾ ഈ പ്രശ്നത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുമ്പം നമ്മൾ പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ആ സമയം നമ്മൾ മുടക്കേണ്ടി വരും. ഒന്നെങ്കിൽ സമയമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ മുടക്കേണ്ടി വരും, അതിലുപരിയായിട്ട് പണമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ മുടക്കേണ്ടി വരും. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഏതൊരു കാര്യവും, മനസ്സിനെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നവും മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് രോഗമായിട്ട് തന്നെയായിരിക്കും നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് കുറ്റബോധമാകട്ടെ, നിരാശയാവട്ടെ, ദേഷ്യമാകട്ടെ, പകയാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് നമ്മുടെ അനുഗ്രഹത്തിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അയാളുടെ അത്രയും അനുഗ്രഹം എനിക്കില്ലല്ലോ എന്നോർത്തുള്ള വിഷമമാവട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ ആത്മാവും നമ്മുടെ ക്രിയേറ്ററും മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അതിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിനൊരു ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റർക്ക് ലെറ്റർ എഴുതുക, എന്നിട്ട് അതിനെ കത്തിച്ചു കളയുക. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴുക്കിക്കളയുന്ന അവസ്ഥ എത്തുന്നത് വരെ നമ്മൾ അതിനെ എഴുതി നമ്മുടെ ഉള്ളിൽ നിന്ന് പറിച്ചെറിയുക. അതാണ് സെൽഫ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുന്നത് നമ്മൾ അത് കുറ്റബോധത്തിൽ നിന്നല്ല അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മളോട് ചെയ്യുന്ന ഒരു കാരുണ്യമായിട്ടാണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പലരും ഈ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് കേട്ട് കാണും, പക്ഷെ ഇതിന്റെ തീവ്രത എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ തീവ്രത മനസ്സിലാകുന്നത്. കാരണം നമ്മളെ തന്നെയല്ലേ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു. അതിന് കാരണം നമുക്ക് നമ്മളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിക്കാൻ തോന്നുന്നത് തന്നെ. അപ്പം നിങ്ങൾ സെൽഫ് ഫോർഗീവ് ചെയ്തു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരായിട്ടാണ് നമ്മളെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചേക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ സ്വർഗത്തിലല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള മനുഷ്യരുമായിട്ട് ഇടപെടുമ്പം നമ്മളെ ഒരു കുഞ്ഞിനെയായിട്ടാണ് നമ്മളെ പഠിച്ചവൻ സൃഷ്ടിച്ചതെങ്കിലും, കുഞ്ഞായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലും ഒരു 7 വയസ്സ് വരെയൊക്കെ നമ്മൾ മാതാപിതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അവർ പറയുന്നത് അനുസരിക്കുമായിരുന്നു. പക്ഷെ ഒരു 7 വയസ്സിന് ശേഷം 7 വയസ്സ് കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താക്കും, ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ തുടങ്ങും. അവര് വേണ്ടാന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണ്ടാന്ന് വെക്കും, അവര് വേണോന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചിട്ട് വേണോന്ന് വെക്കും. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും പലതും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കയറ്റി വെച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലരോടും പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, നമ്മുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടല്ല, നമ്മുടെ ക്രിയേറ്ററിനോട് നമ്മൾ തെറ്റ് ചെയ്യുവല്ല എന്നറിഞ്ഞിട്ടും കൂടി നമ്മൾ പലരോടും പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാന്ന് നമ്മൾ റീസൺ നോക്കുമ്പം അവര് നമ്മുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് പെരുമാറിയതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവരൊരു പ്രാവശ്യം നമ്മളുടെ അടുത്ത് പറഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ മരണം വരെയും ചിലപ്പോൾ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അവരെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെന്നാലും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് ഇത്ര ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, ഞാൻ അവരുടെ അടുത്ത് ഇത്രയും നല്ല രീതിയിൽ പെരുമാറിയിരുന്നല്ലോ, എന്നിട്ടും അവരെന്തുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആലോചിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആ വേദനയെ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലിട്ട് താലോലിക്കുന്നുണ്ട്. അപ്പം ഒരു പ്രാവശ്യം പറഞ്ഞു പോയി, പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് ചിലപ്പം നമുക്ക് കിട്ടിയ അറിവ്
കിട്ടിക്കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയത്. അവർക്ക് നിരുപാധികം വിട്ടുകൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുന്നത് അവർക്കല്ല, നമ്മൾ നമുക്ക് തന്നെയാണ് വിട്ടുകൊടുക്കുന്നത്. കാരണം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഇവരുടെ ഈ ചിന്തകൾ നമ്മളെ വന്ന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ പല ചിന്തകളും, എന്നാലും അവർ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണ്ടേ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോവായിരിക്കും, ഈ തോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ അവിടെ സ്റ്റക്കായിരുന്നു, വീണ്ടും വീണ്ടും ഇത് ആലോചിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എനിക്ക് 10 അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ എൻ്റെ ആ ദേഷ്യം അങ്ങ് മാറിയേനെ. അങ്ങനെയും നമ്മൾ ചിന്തിക്കും. ചിലത് പറഞ്ഞിട്ട് നമുക്ക് മതിയാവൂലാത്തൊരവസ്ഥ വരും. ചിലത് പറഞ്ഞത് കൂടിപ്പോയോ എന്നുള്ളൊരവസ്ഥ വരും. അങ്ങനെ പലതരത്തിലുള്ള തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവരെ വിട്ടേക്കുക. അവരെയും ദൈവമാണ് സൃഷ്ടിച്ചത്, നമ്മളെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ഏതൊക്കെയോ സാഹചര്യം കൊണ്ട് നമുക്ക് അവരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നമ്മൾ ആ പ്രശ്നത്തിൽ ഭാഗഭാക്കാക്കേണ്ടി വന്നു. എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് റിലീസാക്കിയെങ്കിലേ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെല്ലാവരും സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ദൈവം നോക്കുന്ന ആ ഹൃദയത്തിൽ നമ്മൾ നരകമാണ് പണിത് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്വർഗത്തിന് നമുക്ക് പിന്നെ അവകാശമുണ്ടോ? നമ്മൾ സ്വർഗാവകാശികളിൽ പെടുന്നവരാണോ? നമ്മുടെ ഹൃദയം എപ്പോൾ ശുദ്ധമായിട്ട് നമ്മൾ നരകത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിനെ റിലീസാക്കുന്നു, ആ നിമിഷം മുതൽ നമ്മൾ സ്വർഗത്തിലോട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ സ്വർഗത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് അതേത് രീതിയിലും എടുക്കാം. കാരണം മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഭൂമിയിൽ തന്നെ എല്ലാം ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ പോയേക്കാം, അങ്ങനെ വിചാരിക്കുന്നവർക്ക് അതായിരിക്കും അവരുടെ തത്വത്തിൽ അതായിരിക്കും അവരുടെ ശരി. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ്, ഹൃദയത്തിൽ സ്വർഗം സൂക്ഷിക്കുന്നവർക്കാണ് യഥാർത്ഥ സ്വർഗം ഉള്ളതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും എല്ലാവരെയും റിലീസാക്കി വിടുക. കാരണം ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് തുടങ്ങാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരോടുള്ള ഒരു വിരോധം, അല്ലെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പം അത് നമ്മുടെ ഹൃദയത്തിനെയാണ് ക്രിയേറ്റർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്രിയേറ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ്. നമ്മളോട് ശത്രുത ചെയ്തവരും ദൈവത്തിനും തുല്യമാണ്, നമ്മളും ദൈവത്തിനും തുല്യമാണ്. അപ്പം ചിലപ്പം അവരുടെ മനസ്സ് നല്ലതായിരിക്കും, നമ്മുടെ മനസ്സ് നല്ലതാകാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സം വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ നേരായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഇങ്ങനത്തെ ഫോർഗീവ്നെസ്സിന്റെ കുറവ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ചുറ്റുമുള്ള ഒന്നിനെയും നമുക്ക് നേരെ ചൊവ്വെ കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് പല കഥകളും വന്ന് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ചിന്തകൾ വേറെ വല്ല സ്ഥലത്തുമൊക്കെ ആയിരിക്കും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പയറിങ്ങിലായിരിക്കും. അതും അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം അവരും വളർന്നു വരുന്നുണ്ട്, പക്ഷെ അവരുടെ കൊഞ്ചലുകളോ അവരുടെ വർത്താനങ്ങളോ അവരുടെ കുസൃതികളോ ഒന്നും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോവും. അവസാന ഘട്ടത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിതായിട്ടിരുന്നപ്പോൾ ഞാൻ അവനെ എങ്ങനെയാണ് പരിഗണിച്ചത്, അല്ലെങ്കിൽ അവളെ എങ്ങനെയാണ് ഞാൻ പരിഗണിച്ചത്, അവൾ ഇന്ന ക്വസ്റ്റ്യനുകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരിക്കും. പല നമ്മുടെ മറുപടികൾ പലതും അങ്ങനെ ആയിരിക്കും പോവുക. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് എൻ്റെ മോള്, എനിക്ക് ഒരു 6 വയസ്സുള്ള മോളുണ്ട്. അപ്പം ഇവിടെ നിന്നും ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് നടക്കാനുണ്ട് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലോട്ട്, അവളെ സ്കൂളിൽ വിടുന്ന സ്ഥലത്തോട്ട്. അപ്പം എന്നും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൾ ഇറങ്ങിയേ കാണത്തുള്ളൂ. അപ്പത്തേനും ചോദിക്കും, ഉമ്മച്ചി നേരത്തെ വിളിക്കാൻ വരണേ. അപ്പം ഞാൻ ഇൻഷാ അല്ലാന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവൾക്കൊരു തൃപ്തി ആകത്തുള്ളൂ. ആന്ന് പറഞ്ഞാലും അവൾ സമ്മതിക്കത്തില്ല, ഊന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. അപ്പം അവൾ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, ഇൻഷാ അല്ലാ എന്താ പറയാത്തേന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇന്നും അവൾ അത് ആവർത്തിച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തയിലാണെ എന്ന് പറയും.
അപ്പൊ അവള് തിരിഞ്ഞു നിന്നിട്ട് എന്താ ഇൻഷാ അല്ലാ പറയാത്തേന്ന് ചോദിക്കും. ഇന്ന് ഞാനപ്പം ആന്ന് വെച്ചിട്ട് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇവള് ഈ ഇൻഷാ അല്ലാ ആണല്ലോ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത്, നീ ഇൻഷാ അല്ലാ അല്ലേ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാ ഞാൻ വരാന്ന് പറഞ്ഞപ്പോൾ അവള് ചിരിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചത് അവള് ഇപ്പൊ 6 വയസ്സാണ്. കുറച്ചു നാൾ കഴിയുമ്പം അവള് ഈ എൻ്റെ അടുത്തുനിന്ന് മറുപടി പ്രതീക്ഷിക്കാത്തൊരു അവസരം വരും. അവള് വളർന്നുകൊണ്ടിരിക്കുവല്ലേ, അവള് നമ്മളെ തന്നെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പൊ അപ്പോഴത്തെ ആ സമയത്തിനെ ആസ്വദിക്കുക. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കൊടുത്തൊരു ഇൻഷാ അല്ലാ പറയുന്നതിൽ എനിക്ക് നഷ്ടമൊന്നുമില്ല. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, നിങ്ങൾക്ക് മാക്സിമം കഴിയുന്നത് പോലെ അവരുടെ കൂടെ എൻജോയ് ചെയ്യുക. ആ നിമിഷത്തിനെ എൻജോയ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ പല അസൗകര്യങ്ങളും നമുക്ക് കാണും. പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്. പക്ഷേ ആ സാഹചര്യങ്ങളെ കുറച്ചു നേരത്തിന് മാറ്റിവെക്കുക. അവരുടെ കൂടെ നിങ്ങൾ കളിക്കാൻ സമയം കണ്ടെത്തുക. അവരുടെ കൂടെ ചിരിക്കാനും വർത്താനം പറയാനും അവര് കുഞ്ഞു കൊഞ്ചലുകൾക്കും അവരുടെ കൂടെ ചുറ്റിക്കറങ്ങാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുക. നമ്മൾ ആ നിമിഷമേ ഉള്ളൂ നമ്മളുടേത് എന്ന് പറയാനായിട്ട്. നമ്മളുടെ കൂടെയുള്ളത് ആ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നിമിഷത്തിലും നമ്മൾ ഒരു ഇമാജിനറി വേൾഡിൽ ഇങ്ങനെ ജീവിച്ചു പോവുമായിരിക്കും. നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര ആയിരിക്കത്തില്ല നമ്മൾ പലരും ആസ്വദിക്കുന്നത്. നമ്മളപ്പോൾ ക്യാമറ എടുത്തു വയ്ക്കും, ക്യാമറയിലൂടെയാണ് നമ്മൾ പിന്നെ യാത്ര ആസ്വദിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പം എന്താണ് നമ്മൾ കണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ക്യാമറയിലൂടെയാണ് നമ്മൾ പല കാഴ്ചകളും കണ്ടത്. ക്യാമറയ്ക്ക് അഡിക്റ്റ് ആകാതെ കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് ആ ഒറിജിനൽ വേൾഡിനെ ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് ആസ്വദിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് പ്രസന്റിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ഹസ്ബൻഡ് കാണും, മക്കള് കാണും, അമ്മായിമ്മമാര് കാണും, അമ്മായിപ്പന്മാര് കാണും. ആരും ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് കിട്ടി കാണില്ല. അവർ ആ 3D വേൾഡിൽ അല്ലെങ്കിൽ നെഗറ്റീവിന്റെ ഒരു ലോകത്ത് നിന്നും പല കാര്യങ്ങളുമായിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ കാംനെസ്സിന്റെ ഒരു അവസ്ഥയിലോട്ട് എത്തണം. അതൊരവസ്ഥയാണ്. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മെഡിറ്റേഷനിലൂടെ ആ അവസ്ഥേനെ നമ്മൾ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ മെഡിറ്റേഷനിലൂടെ അങ്ങനെ ആ ശാന്തമായ ഒരു അവസ്ഥേനെ പ്രാപിച്ച് പിന്നെ നമ്മൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് തനിയേ എത്തും. ആ സ്റ്റേറ്റിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ചുറ്റുപാടുള്ളതിനെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും തന്നെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ തുറന്ന ഒരു മനസ്സോടുകൂടി എല്ലാത്തിനെയും നമുക്ക് വീക്ഷിക്കാൻ കഴിയും. അപ്പം അതിനെ ആ ശാന്തമായ ഒരു അവസ്ഥ നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് ഇപ്പൊ പറഞ്ഞ ആ ജേണലിങ്ങും മെഡിറ്റേഷനും ഒക്കെ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നല്ല, ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഫുള്ളായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ് പോലത്തെ അറിവുകൾ എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുമോ, അതിൽ നമ്മൾ മിസ്ഗൈഡഡ് ആകുന്ന അറിവുകളും നമ്മളിലോട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗൈഡഡ് ആകുന്ന അറിവുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ക്രിയേറ്ററിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, എനിക്ക് നീയുമായിട്ട് അടുക്കാനുള്ള, നിന്നെ മനസ്സിലാക്കാനുള്ള, നിന്റെ പ്രപഞ്ചം മനസ്സിലാക്കാനുള്ള അറിവുകളിലേക്ക് എന്നെ എത്തിക്കണേന്ന് എന്നും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം ഫോർഗിവ്നെസിന്റെ പ്രാധാന്യം പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തർക്കും വിട്ട് നമ്മൾ കൊടുത്ത് കഴിയുമ്പം നമുക്ക് നമ്മളുടെ ഒരു സ്റ്റേറ്റ്, നമ്മുടെ പ്രസന്റിൽ ജീവിക്കാനുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോലും അറിയാതെ എത്തും. പിന്നെ മറ്റുള്ളവരെയൊന്നും നമ്മൾ അങ്ങനെ മൈൻഡ് വെക്കാത്ത മീൻസ് എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ തനിയേ എത്തും. ആ അവസ്ഥ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് എല്ലാവരെയും ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നേട്ടം ഉണ്ടാകുന്നതാണെങ്കിൽ, സമൂഹത്തിന് നേട്ടം ഉണ്ടാകുന്നതാണെങ്കിലും, ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എന്താണോ ഈ ഭൂമിക്ക് ആവശ്യം, ആ പർപ്പസിനെ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫോർഗിവ്നെസ് നമ്മുടെ കയ്യിൽ നിന്നും സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കണം. സ്ഥിരം സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനകളിലൂടെ നമുക്ക് ഫോർഗിവ് ചെയ്യാം. നമുക്ക് നമ്മളോട് തന്നെ മാപ്പ് ചോദിക്കാം, ഒപ്പം തന്നെ ക്രിയേറ്ററോട് മാപ്പ് ചോദിക്കാം. ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് മീൻസ് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ അപ്പം തന്നെ
ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാ രാവിലെ എണീക്കുമ്പോൾ തന്നെ പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ പത്രം വായനയും അതുപോലെ ന്യൂസ് ചാനൽ കാണുന്ന ആ പരിപാടിയൊക്കെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. രാവിലെ തന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് കാരണം ഇപ്പം വരുന്ന എല്ലാ വാർത്തകളും തന്നെ മിക്ക വാർത്തകളും നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ആ നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുമ്പം അതിന്റെ റിഫ്ലക്ഷൻ വൈകുന്നേരം വരെ കാണും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പല കെമിക്കൽസും വർക്കൗട്ട് ആയി കാണും. അത് പിന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോ ഒക്കെ ആയിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. അപ്പം രാവിലെ തന്നെ പോയിട്ട് നെഗറ്റീവ് വാർത്തകൾ കാണാൻ നിൽക്കരുത്. നിങ്ങൾ ലോകത്തിനെ കുറിച്ച് ഒരു അവയർനെസ് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പക്ഷെ എന്താണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒരു അപ്ഡേഷൻ നമുക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ അതിൽ പോയി ആ പ്രോബ്ലത്തിൽ പോയി നമ്മൾ വീഴുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ കമന്റ് ഓരോ യൂട്യൂബ് ചാനലിന്റെ പുറകെയും പോയിട്ട് അവര് കൂടുതൽ നെഗറ്റീവ്സ് ആയിരിക്കും പറയുന്നത്. അതിനൊക്കെ പോയിട്ട് നമ്മൾ കമന്റ് ചെയ്ത് നമ്മുടെ വിലപ്പെട്ട ടൈം കളഞ്ഞിട്ട് ഈ കമന്റ് ഇട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് വേണ്ടായിരുന്നു എന്ന്. എന്തിനാ അപ്പൊ അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കാതിരിക്കാൻ നമ്മൾ വൈബ്രേഷനുള്ള മനുഷ്യന്മാരാണ്. നമ്മുടെ ഉള്ളിൽ എന്താണ് ഫ്രീക്വൻസിയിലും വൈബ്രേഷനിലും മാറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷൻസും മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മുടെ ആ വൈബ്രേഷൻ എപ്പോഴും നല്ല നിലയിൽ തന്നെ കീപ്പ് ചെയ്യാനും നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നെഗറ്റീവിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ അവരുടെ അടുത്ത് ചീത്ത പറയുമ്പം അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുമ്പം നമ്മുടെ ഉള്ളിൽ നിന്നും പോകുന്നൊരു വൈബ്രേഷൻ ഉണ്ട്. അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനാണ്. അതായത് ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു ചെടീനെ നമ്മൾ രണ്ട് ചെടികൾ നമ്മൾ നട്ടുവെച്ചു. ആ ഒരു ചെടിക്ക് നമ്മൾ വെള്ളവും കൊടുക്കുന്നു, വളവും കൊടുക്കുന്നു. ഒപ്പം അതിനോട് സ്നേഹമുള്ള രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും അതിനെ തലോടുകയും ചെയ്യുന്നു. വേറൊരു ചെടിക്ക് ഇതേപോലെ തന്നെ വെള്ളവും കൊടുക്കുന്നു, വളവും കൊടുക്കുന്നു. പക്ഷെ അതിനെ കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ചെടികളുടെ വളർച്ച നോക്കുകയാണെങ്കിൽ നമ്മൾ സ്നേഹം കൊടുത്ത ചെടി വളരെ ഫാസ്റ്റായിട്ട് വളരുകയും ഈ നമ്മൾ കുറ്റം പറയുകയും നെഗറ്റീവ് പറയുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്ത ആ ചെടി വാടാൻ തുടങ്ങുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് കാണാം. അങ്ങനെ നിന്ന് ചിലപ്പോൾ ആ ചെടി കരിഞ്ഞു പോയേക്കാം. ഇതേ നമ്മുടെ സംസാരങ്ങൾക്കും നമ്മുടെ ആക്ഷനുകൾക്കും എല്ലാം വൈബ്രേഷൻ ഉണ്ട്. അതെല്ലാം ഹൈ വൈബ്രേഷനുള്ള ജീവജാലങ്ങളായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വർത്താനങ്ങളും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ചെടികളെ പോലെ തളർത്തുന്ന രീതിയിലാവാതെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് രാവിലെ ഇറങ്ങി പോകുന്ന ആളുടെ അടുത്ത് നമ്മൾ വഴക്കടിക്കുകയോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയോ ചെയ്യുമ്പം അത് അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ഡ്രൈവിങ്ങിനെയോ എന്താണോ അദ്ദേഹം ചെയ്യുന്നത് അതിനെ ബാധിക്കുന്ന രീതിയിൽ ആ നെഗറ്റീവ് സംസാരമായിട്ട് ആ പുള്ളി ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മുടെ വായിൽ നിന്നും ഓരോ വർത്താനങ്ങളും വരേണ്ടത്. ഇത് കരണ്ട് പോയി. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് പണ്ട് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ഒന്നെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന്. അതിന് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കും വേണ്ടായിരുന്നു, ഇങ്ങനെ പറയണ്ടായിരുന്നു, അത് മോശമായി പോയി നമ്മൾ ആലോചിക്കുന്ന ഒരവസ്ഥ വരും. അപ്പം അതിനൊരു വഴിയൊരുക്കാതെ നമ്മളിൽ നിന്ന് വരുന്ന ഓരോ വൈബ്രേഷനും അത് ദൈവികമായ വൈബ്രേഷൻ ആയിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ്.
ഇപ്പൊ വരാട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം നമ്മുടെ വൈബ്രേഷൻ അപ്പം എപ്പോഴും ദൈവികമായതായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിൽ പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരാൾക്ക് മാപ്പ് കൊടുക്കുന്നതുണ്ട്. നമ്മളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് നമ്മൾ വേറൊരാൾക്ക് മാപ്പ് കൊടുക്കുന്നത്, അങ്ങനെയുമുണ്ട്. ഒരാൾ ചെയ്ത തെറ്റിന് നമ്മൾ അയാൾക്ക് മാപ്പ് കൊടുക്കുന്നു. നമ്മളുടെ ഭാഗത്തുനിന്ന് വേറൊരാൾക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ ഫോർഗീവ്നെസ്സിന്റെ മാർഗം എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിയില്ല നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. അത് വേദനപ്പെട്ടയാളായിരിക്കും അത് കാലങ്ങളോളം ഓർത്തിരിക്കുക. നമ്മളത് ഓർത്തിരിക്കാൻ ചാൻസ് കുറവാ. പക്ഷെ നമ്മളിൽ നിന്ന് വേദന അനുഭവിച്ചയാള് എന്താണ്, അയാൾ അതിനെക്കുറിച്ച് കാലങ്ങളോളം ഓർത്തിരിക്കും. അപ്പൊ ആ ഓർമ്മേനെ കട്ട് ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അതിനെ ഓർത്തെടുക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാപ്പ് കൊടുക്കുകയും അവര് വേദനിച്ചതിന് നമ്മുടെ ആത്മാവിനോടും മാപ്പ് ചോദിക്കുക, ദൈവത്തിനോടും മാപ്പ് ചോദിക്കുക. അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിന് പകരം ദൈവത്തിനോട് മാപ്പ് ചോദിക്കുക. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ മാലിന്യം പോയി കഴിയുമ്പം അവരുടെ ഹൃദയത്തിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി നമുക്ക് കഴിയണം. എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മുറിവ് അവരുടെ മേൽ സംഭവിച്ചു പോയി, ഞാൻ അറിയാതെ അന്ന് എനിക്കറിവില്ലാത്ത സമയത്ത് സംഭവിച്ചു പോയതാണിത്. അപ്പം ആ മുറിവിനെ അവർക്ക് നീ ഹീൽ ചെയ്ത് കൊടുക്കണമേ ദൈവമേ എന്ന് ദൈവത്തിനോടും പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നമ്മളെ അത് വേദനിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ ബോധോദയം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സംഭവിച്ചതായിരിക്കും. അപ്പം അത് നമ്മുടെ ഉള്ളിൽ നിന്നും പോകണമല്ലോ. അപ്പം അതിനെയും നമുക്കെന്താണ് ഇങ്ങനെ ജേണലിംഗ് ആയിട്ട് എഴുതിയിട്ട് കളയാം. അതല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ പോലെ നമുക്ക് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അതിനെ ഓർത്തെടുത്തിട്ട് ദൈവികമായ മാപ്പിലേക്ക് നീങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് പോകും. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് മാപ്പ് ചോദിക്കുമ്പം ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും അതിനെ നീക്കം ചെയ്യും. കുറച്ച് നാൾ നമ്മുടെ ഉള്ളു കഴുകി വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ വിശാലത കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ലോകത്തിന്റെ വിശാലതയും കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ആഗ്രഹിക്കും, ഇതൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന പലതും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും, നമ്മൾ പോലും അറിയാതെ ഒഴിഞ്ഞു പോകും. അതിന് കാരണം നമ്മൾക്ക് വേണ്ടിയ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും പല വ്യക്തികളും നമ്മളുടെ അടുത്തുനിന്ന് പോവുകയും ചെയ്യും. നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലേക്ക് റെസ്പെക്റ്റ് വരികയും ചെയ്യും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയം ശുദ്ധമാകാൻ തുടങ്ങുമ്പം പല മാറ്റങ്ങളും നമ്മുടെ വീട്ടിൽ വരാൻ തുടങ്ങും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധമാകാതിരിക്കുമ്പോൾ നമ്മുടെ വീടിനും ഒരു അലങ്കോലപ്പെട്ടൊരവസ്ഥ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ ശുദ്ധമാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലും ആ ക്ലീനിങ്ങും ഒരടുക്കും ചിട്ടയും നമ്മുടെ പെരുമാറ്റത്തിലും, നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിലും, ഹസ്ബൻഡിനോടുള്ള പെരുമാറ്റത്തിലും, നമ്മൾ ഒരു കുക്ക് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി കുക്ക് ചെയ്യാനും അത് കഴിക്കുന്നവർക്ക് അതിൽ ടേസ്റ്റ് തോന്നാനും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഫോർഗീവ്നെസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാര്യങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഒരത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് മുതൽ ഇത് ആദ്യമായിട്ട് ഫോർഗീവ്നെസ് കേൾക്കുന്നവരും നേരത്തെ ഫോർഗീവ്നെസ് കേട്ടവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇന്ന് തുടങ്ങി ഓരോ കുഞ്ഞു കാര്യങ്ങളും അനലൈസ് ചെയ്ത് നോക്കുക. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, എൻ്റെ ഹൃദയത്തിൽ
ഞാൻ ആരെയെങ്കിലും മോശപ്പെട്ട രീതിയിൽ മോശപ്പെട്ട രീതിയിൽ വിചാരിക്കുകയോ അവരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുക. നിങ്ങളുടെ ഓരോ കുഞ്ഞെഴുത്തുകൾ പോലും ദൈവത്തിന്റെ മുന്നിൽ അതിന് വാല്യൂ ഉള്ളതായി മാറും. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ കുഞ്ഞെഴുത്തുകളും ഒന്നും നിഷ്ഫലമായി പോകത്തില്ല. അതെല്ലാം വാല്യുബിൾ ആയിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞു കുഞ്ഞു റിസൾട്ടുകളായിട്ട്, വലിയ വലിയ റിസൾട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രതീക്ഷിക്കരുത്. അത് നിങ്ങളുടെ ഹൃദയം എത്രത്തോളം വിശാലമാകുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ ഹൃദയം കുഞ്ഞു കുഞ്ഞു വിശാലതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് റിസൾട്ടുകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിന് വിശാലമാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം വലിയ വലിയ കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ നമ്മളിലേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു മെത്തേഡ് തന്നെ ഈ ഫോർഗിവ്നെസ് ആണ്. ഈ ഫോർഗിവ്നെസ്സിനോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ. അത് എത്രയോ ചെറുതായിക്കൊള്ളട്ടെ, അത് നിങ്ങൾ എഴുതണമെന്ന് പോലുമില്ല. ഓരോ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുക. ആസ്വദിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്നതാണ് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോന്നിനെ ആസ്വദിക്കുകയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർഗിവ്നെസ് ഒരിടത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ ഹൃദയത്തിന്റെ ഭാരം ഇറങ്ങി ഇറങ്ങി പോകും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പം ഓരോ ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡിലോട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് നമ്മുടെ തലം വേറെ വേറെ ഡയമെൻഷനിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എൻ്റെ ഈ കുഞ്ഞ് സ്പീച്ചിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാവരോടും വിട്ടുപുറത്ത് മാപ്പ് ചെയ്യാൻ കഴിയട്ടെ. നമ്മളോട് തന്നെ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ട് ചോദിക്കാവേ. ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ എഴുതിയത് കത്തിച്ചു കളയണം നിർബന്ധമോ? അങ്ങനെയൊന്നുമില്ല. അത് കത്തിച്ചു കളയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നൊരു ഭാരം നീങ്ങും, അത്ര തന്നെ. അതിലത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിർബന്ധമൊന്നുമില്ല. അത് കയ്യിൽ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും അത് എഴുതി ആദ്യം നമ്മൾ എഴുതുമ്പം അതായത് ആദ്യം അതിനെ നമ്മളൊരു ഭാരമായിട്ട് എടുക്കണ്ട. അതിനെ ആദ്യം എഴുതുമ്പം നമ്മൾ എഴുതുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എഴുതുമ്പോൾ നമ്മൾ ഇന്നയാൾ എന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് അടിച്ചു, അന്ന് അയാൾ ഇട്ടിരുന്നത് മഞ്ഞ ഡ്രസ്സായിരുന്നു, അങ്ങനെയൊന്നും നമ്മൾ എഴുതത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ രൂപം കാണും. നമ്മൾ എഴുതുമ്പം ആ രൂപവും ആ അയാള് ഇന്ന സ്ഥലത്ത് വെച്ച് എന്നെ അടിച്ചതും ചേർത്തുള്ള ആ ഇമോഷൻ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. അതിനു വേണ്ടിയിട്ട് എഴുതാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പം വീണ്ടും വീണ്ടും ആ ചിന്ത നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടും ഇരിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിയുമ്പം അതിന്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഒരുപാട് നല്ല അറിവുകൾ ഒന്നിനും നല്ലത് അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു. ഇങ്ങനത്തെ ക്ലാസ്സുകൾ എവിടെ നിന്ന് കിട്ടിയാലും അതൊക്കെ ഉപയോഗപ്പെടുത്തുക. മാം, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് മാമിന്റെ അടുത്ത് പറയാനുള്ളത്. എന്നെ അറിയൂടാ. ഞാൻ മറ്റേ എനിക്കറിയാം. ഫിക്സ് സാറിന്റെ ക്ലാസ്സിൽ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇതുപോലത്തെ ക്ലാസ്സുകൾ വീണ്ടും 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 കേൾക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം മാമിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ചും കൂടെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
ഭാഷയാണ് മാം ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഭാഷകളും ഉണ്ട്. നോർമൽ ആയിട്ട് ഒരു സാധാരണക്കാരന് കേട്ട പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരമുണ്ട്. നമ്മുടെ സംസാരം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഇനിയും വീണ്ടും വീണ്ടും മാമിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ താങ്ക് യു, താങ്ക് യു, സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തേലും പറയാനുണ്ടോ? ലത്തീഫ് സാർ. വളരെ വിലപ്പെട്ട വാക്കുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം എപ്പോഴും നമ്മൾ പാവങ്ങൾ മൊഴിയാണ് കൂടുതൽ ആൾക്കാരും ജീവിക്കാറുള്ളത്. അന്നേരം തന്നെ കഴുകിക്കളയാൻ പറയുന്ന ഒരു ടൂൾ എന്ന് പറയുമ്പോൾ അത് വളരെ വിലപ്പെട്ട തന്നെയാണ്. ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അത് അങ്ങോട്ട് പതിയാണ്. അത് നശിപ്പിച്ചുകൂടെ കളയുമ്പം അതില്ലാതെ തോന്നും. ഓരോ ദിവസവും നമുക്ക് മനസ്സ് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടൂളാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ്സ് വെരി വാല്യുബിൾ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. വേറെ അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാ താങ്ക് യു. ഓക്കെ.